നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ ഇറാനിലെ ഇപ്പോഴത്തെ പരമോന്നത നേതാവായ മുജ്തബയ്ക്ക് പരിക്കേറ്റു എന്നും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. എന്തായാലും ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുജ്തബയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് മാത്രമായിരുന്നില്ല, മാതാവ് മൻസൂർ ഹോസ്ദെ കൂടിയായിരുന്നു. എന്തായാലും ഇവർ മരണപ്പെട്ട അതേ ദിവസമാണ് മുജ്തബയ്ക്ക് പരിക്കേറ്റു എന്നതാണ് വാർത്ത. എന്നാൽ അദ്ദേഹം ആരോഗ്യവാനാണെന്നും സുരക്ഷിതനുമാണ് എന്നാണ് ഇറാനിൽ നിന്നും എത്തുന്ന പുതിയ വാർത്ത. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ മകൻ യൂസഫിനെ ഉദ്ധരിച്ച് മുജ്തബ സുരക്ഷിതനാണ് എന്നാണ് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ പരിക്കേറ്റോ ഇല്ലയോ എന്ന കാര്യം യൂസഫ് പെഷഷ്കിയാൻ സ്ഥിരീകരിച്ചിട്ടില്ല. മുജ്തബയുടെ കാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ്, അദ്ദേഹം ബോധാവസ്ഥയിലാണ് എന്നും ഇറാൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പരിമിതമായ ആശയവിനിമയ സൗകര്യങ്ങളുള്ള സുരക്ഷിതമായ ഒരിടത്താണ് അദ്ദേഹമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ ഖമേനിയുടെ കാലുകൾക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. 88 മുതിർന്ന ഷിയ പുരോഹിതന്മാർ അടങ്ങിയ വിദഗ്ധ സമിതിയാണ് മുജ്തബയെ തിരഞ്ഞെടുത്തത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഖും നഗരത്തിൽ ഒരു കെട്ടിടത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. വിദഗ്ധ സമിതി യോഗം സാധാരണ നടക്കാറുള്ള ഈ കെട്ടിടത്തിലായിരുന്നു. എന്നാൽ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സമിതി യോഗം അവിടെ ചേർന്നില്ല. പകരം ഓൺലൈനിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒഴിഞ്ഞു കിടന്ന കെട്ടിടത്തിലാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സുമായി അടുപ്പമുള്ള ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഭരണഘടന പ്രകാരം മതപരമായ കാര്യങ്ങൾ മാത്രം ചുമതലക്കാരനല്ല ഈ പരമാധികാര നേതാവ്. രാഷ്ട്രീയം, വിദേശകാര്യം, മതം, സൈന്യം, റവല്യൂഷണറി ഗാർഡ്സ്, ഭരണപരമായ കാര്യങ്ങൾ എന്നിവയുടെ എല്ലാം അവസാന വാക്കുകൂടിയാണ്. ലോകമെങ്ങുമുള്ള ഷിയ മുസ്ലിങ്ങളുടെ ആഗോള ആത്മീയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം. മകൻ പിൻഗാമിയാകുന്നതിനോട് നേരത്തെ ആയത്തുള്ള അലി ഖമേനി അത്ര വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. എങ്കിലും പുതിയൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുകൂലമാവുകയാണ് കാര്യങ്ങൾ. രക്തസാക്ഷി എന്ന നിലയിലാണ് ആയത്തുള്ള അലി ഖമേനിയെ ഷിയ വിഭാഗങ്ങൾ കാണുന്നത്. ഷിയ വിശ്വാസികൾക്കിടയിൽ രക്തസാക്ഷിത്വം സമാനതകളില്ലാത്ത പദവിയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒട്ടും താല്പര്യമില്ലാത്തതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇറാൻ ഭരണകൂടത്തിനെതിരെ തെരുവുകളിൽ ഇറങ്ങിയ പ്രക്ഷോഭകർക്കും സ്വീകാര്യനല്ല അദ്ദേഹം. ഇറാന് പുറത്ത് പ്രവാസ ജീവിതം നയിക്കുന്ന കൂട്ടായ്മകളും ഈ നിയമത്തിന് അനുകൂലമല്ല. നിലവിലെ ഭരണകൂടത്തിന്റെ അതേ നയങ്ങൾ ഇനിയും തുടരുമെന്നതിന്റെ സൂചന കൂടിയാണ് അവർ ഈ നിയമനത്തെ കാണുന്നത്. എന്നാൽ മുജ്തബ ഖമേനി അധികം വൈകാതെ ഉദാര സമീപനങ്ങൾ സ്വീകരിക്കുമെന്ന് പരിഷ്കരണവാദത്തിലേക്ക് ചായുന്ന അഭിപ്രായങ്ങളുമുണ്ട്. അദ്ദേഹം പുതിയ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും കൂടുതൽ പ്രായോഗികമായ പുരോഹിതനാണ്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ അദ്ദേഹത്തിൽ കാണുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. 1979 ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിതമാകുന്നതിന് 10 വർഷം മുമ്പ് 1969 ഇറാന്റെ പ്രധാന മത കേന്ദ്രമായ മഷ്ഹദിലാണ് മുജ്തബ ഖമേനി ജനിച്ചത്. ഹൈസ്കൂൾ പഠനത്തിനു ശേഷം 1987 അദ്ദേഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നു. 1980 മുതൽ 88 വരെ നീണ്ടു നിൽക്കുന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറാനിൽ വലിയ സ്വാധീനമുള്ള റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് മുജ്തബ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ, അതായത് മുജ്തബയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണമായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ സുരക്ഷിതനായി ഒരു ഒളിത്താവളത്തിൽ കഴിയുന്നുണ്ട്.